ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റാർട്ടപ്പുകളുടെ കുതിപ്പിന്റെ കാലമാണ്. ചെറിയ വ്യാവസായിക യൂണിറ്റുകൾ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ്, ബഹിരാകാശ ഗവേഷണം വരെ ഒരിക്കൽ വൻകിട കമ്പനികൾക്കും സർക്കാരുകൾക്കും മാത്രം സാധ്യമായിരുന്ന മേഖലകളിലേക്ക് ഇന്ന് ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകൾ കടന്നു വരികയാണ്. എന്നാൽ ഇനി ഈ പട്ടികയിലേക്ക് മറ്റൊരു അതിശയകരമായ മേഖല കൂടി എത്തുന്നു: ന്യൂക്ലിയർ ഫ്യൂഷൻ. സൂര്യനിലും നക്ഷത്രങ്ങളിലും കോടിക്കണക്കിന് വർഷങ്ങളായി നടക്കുന്ന അതേ പ്രക്രിയയെ ഭൂമിയിൽ നിയന്ത്രിച്ച് ഏതാണ്ട് മലിനീകരണമില്ലാത്ത അതിവിപുലമായ ഊർജ സ്രോതസ്സായി മാറ്റാനുള്ള ശ്രമമാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഇത് സാധ്യമാക്കാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വൻ ഗവേഷണ പദ്ധതികൾ നടക്കുന്നതിനിടയിലാണ് സ്വകാര്യ കമ്പനികളും സ്റ്റാർട്ടപ്പുകളും ഈ രംഗത്തേക്ക് ശക്തമായി കടന്നു വരുന്നത്. അതിലും കൗതുകകരമായ കാര്യം, ഇന്ത്യയിലും ഫ്യൂഷൻ ടെക്നോളജിയെ ലക്ഷ്യമിട്ട് സ്വകാര്യ മേഖലയിലെ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആരൊക്കെയാണ് ഈ രംഗത്തേക്ക് വരുന്നത്? അവർ യഥാർത്ഥത്തിൽ എന്താണ് വികസിപ്പിക്കുന്നത്? നമ്മുടെ വൈദ്യുതി ഉൽപ്പാദനത്തിൻ്റെ ഭാവി തന്നെ മാറ്റാൻ കഴിയുന്ന ഈ വൻ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യക്ക് എത്രത്തോളം മുന്നിലെത്താൻ കഴിയും? നമുക്കിന്ന് ഈ വിഷയം സംസാരിക്കാം. എന്നാ തുടങ്ങിയാലോ? പ്രിയപ്പെട്ടവരെ, ഞാൻ ഷാബു പ്രസാദ്. ശാസ്ത്രത്തെ ലളിതമായും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അവതരിപ്പിക്കുന്ന സയൻസ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി അറിയിക്കൂ. ഉപകാരപ്രദമെന്ന് തോന്നിയാൽ സുഹൃത്തുക്കൾക്കൊപ്പം ഷെയർ ചെയ്യൂ. ഇനിയും സയൻസ് കോർണർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും അമർത്തൂ. അപ്പോൾ ഇനി നമുക്ക് വസ്തുതകളും ശാസ്ത്രവും മാത്രം സംസാരിക്കാം. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് ആദ്യം ന്യൂക്ലിയർ ഫിഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. അണുബോംബിലും ആണവ നിലയങ്ങളിലും ആണവ കപ്പലുകളിലും അന്തർവാഹിനികളിലും എല്ലാം ഊർജം ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പ്രധാന പ്രക്രിയയാണ് ന്യൂക്ലിയർ ഫിഷൻ. എന്താണ് ന്യൂക്ലിയർ ഫിഷൻ? യുറേനിയം 235 പോലെയുള്ള ഭാരമേറിയ ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിലേക്ക് ഒരു ന്യൂട്രോൺ പതിക്കുമ്പോൾ ആ ന്യൂക്ലിയസ് പിളർന്ന് രണ്ട് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളായി മാറുന്നു. ഈ പ്രക്രിയയിൽ രണ്ടോ അതിലധികമോ പുതിയ ന്യൂട്രോണുകളും പുറത്തു വരും. ഇവ വീണ്ടും മറ്റു യുറേനിയം ന്യൂക്ലിയസുകളിൽ പതിച്ച് അവയെയും പിളർക്കും. അങ്ങനെ ഒരു ഫിഷൻ മറ്റൊന്നിനും അത് അടുത്ത ഫിഷനുകൾക്കും കാരണമാകുമ്പോഴാണ് ചെയിൻ റിയാക്ഷൻ ഉണ്ടാകുന്നത്. ഇവിടെ സംഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഫിഷന് മുമ്പുള്ള ന്യൂക്ലിയസിൻ്റെയും ഫിഷന് ശേഷമുണ്ടാകുന്ന ന്യൂക്ലിയസുകളുടെയും മൊത്തം മാസിൽ വളരെ ചെറിയൊരു വ്യത്യാസമുണ്ടാകും. ആ ചെറിയ മാസ് ഡിഫറൻസ് ആണ് ഐൻസ്റ്റീൻ്റെ വിഖ്യാതമായ E=mc² എന്ന മാസ് എനർജി സമവാക്യം അനുസരിച്ച് വലിയ അളവിലുള്ള ഊർജമായി പുറത്തു വരുന്നത്. ഇനി ആ ചെയിൻ റിയാക്ഷനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നതാണ് പ്രധാന ചോദ്യം. ഒരു ആണവ റിയാക്ടറിൽ ഫിഷനിലൂടെ ഉണ്ടാകുന്ന ന്യൂട്രോണുകളുടെ എണ്ണം നിയന്ത്രിച്ചാണ് ചെയിൻ റിയാക്ഷൻ്റെ നിരക്ക് നിയന്ത്രിക്കുന്നത്. അതുവഴി കൺട്രോൾഡായ രീതിയിൽ തുടർച്ചയായി ചൂട് ഉൽപ്പാദിപ്പിക്കാം. ഈ ചൂട് ഉപയോഗിച്ച് വെള്ളം ആവിയാക്കി അതൊരു സ്റ്റീം ടർബൈൻ കറക്കി ഒടുവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ന്യൂക്ലിയർ ഷിപ്പുകളിലും അന്തർവാഹിനികളിലും ഇതേ അടിസ്ഥാന ഫിഷൻ ഊർജമാണ് ഉപയോഗിക്കുന്നത്. അവിടെ റിയാക്ടറിൽ നിന്നുള്ള ചൂട് സ്റ്റീം ടർബൈൻ ഉൾപ്പെടെയുള്ള പ്രൊപ്പൽഷൻ സംവിധാനങ്ങളെ പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്നു. ഭാരമേറിയ ഒരു ന്യൂക്ലിയസ് പിളർത്തിയാണ് നമുക്ക് ഊർജം ലഭിക്കുന്നതെങ്കിൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഒരു പ്രക്രിയയിലൂടെ ചെറിയ ന്യൂക്ലിയസുകളെ കൂട്ടിച്ചേർത്ത് ഊർജം നേടാൻ കഴിയുമോ? അതാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫിഷനിൽ ഭാരമേറിയ ഒരു ന്യൂക്ലിയസിനെ പിളർത്തിയാണ് ഊർജം ഉൽപ്പാദിപ്പിക്കുന്നതെങ്കിൽ ന്യൂക്ലിയർ ഫ്യൂഷനിൽ അതിൻ്റെ നേർവിപരീതമാണ് സംഭവിക്കുന്നത്. രണ്ട് ഭാരം കുറഞ്ഞ ന്യൂക്ലിയസുകളെ ഒന്നിച്ചു ചേർത്ത് ഒരു പുതിയ ഭാരം കൂടിയ ന്യൂക്ലിയസ് രൂപപ്പെടുത്തുകയാണ് ഫ്യൂഷനിൽ നടക്കുന്നത്. ഫ്യൂഷനിൽ രണ്ട് ന്യൂക്ലിയസുകളെ ഫ്യൂസ് ചെയ്ത് ചേർക്കുകയാണ്. സ്വാഭാവികമായും അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വലിയ ചൂട് ആവശ്യമാണ്. പലതരത്തിലുള്ള പച്ചക്കറികൾ ഒരുമിച്ച് ചൂടാക്കുമ്പോഴാണ് അതൊരു വിഭവമായി മാറുന്നത്. ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണമായി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത്ര ലളിതമല്ല കാര്യങ്ങൾ. കാരണം എല്ലാ ന്യൂക്ലിയസുകൾക്കും പോസിറ്റീവ് ചാർജാണുള്ളത്. കാരണം അതിൻ്റെ ന്യൂക്ലിയസിലുള്ളത് പ്രധാനമായും പോസിറ്റീവ് ചാർജുള്ള പ്രോട്ടോണുകളും ചാർജ് ഒന്നുമില്ലാത്ത ന്യൂട്രോണുകളുമാണ്. അപ്പോൾ ആ ന്യൂക്ലിയസിൻ്റെ ചാർജ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. പോസിറ്റീവും തമ്മിൽ ശക്തമായ വികർഷണം, റിപ്പൽഷൻ ഉണ്ടാകുമല്ലോ. ഈ വികർഷണത്തെ മറികടന്ന്
ന്യൂക്ലിയസുകളെ അടുത്തെത്തിക്കണമെങ്കിൽ വലിയ ശക്തി പ്രയോഗിക്കണം. അതിന് വലിയ എനർജി ആവശ്യമുണ്ട്. കോടിക്കണക്കിന് ഡിഗ്രി സെൽഷ്യസ് വരെ താപനില അതിന് ആവശ്യമാണ്. സൂര്യൻ്റെയും മറ്റ് നക്ഷത്രങ്ങളുടെയും ഉള്ളിൽ സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അവിടെയുള്ള അതിശക്തമായ ചൂടും മർദ്ദവും കാരണം ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ പരസ്പരം ചേർന്ന് ഹീലിയം ന്യൂക്ലിയസുകളായി മാറും. ഈ പ്രക്രിയയിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂക്ലിയസിന്റെ മാസ് തുടക്കത്തിലുണ്ടായിരുന്ന ന്യൂക്ലിയസുകളുടെ മൊത്തം മാസിനേക്കാൾ അല്പം കുറവായിരിക്കും. ആ ചെറിയ മാസ് ഡിഫറൻസ് ആണ് ഐൻസ്റ്റീൻ്റെ E=mc² എന്ന സമവാക്യം അനുസരിച്ച് ഊർജമായി മാറുന്നത്. ഇതാണ് സൂര്യൻ കോടിക്കണക്കിന് വർഷങ്ങളായി പ്രകാശവും ചൂടും പുറപ്പെടുവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം. ഹൈഡ്രജൻ ബോംബുകളുടെ പ്രവർത്തന തത്വവും ഇതാണ്. ഇവിടെ ഫ്യൂഷൻ ആവശ്യമായ ചൂടുണ്ടാക്കുന്നത് ഒരു സാധാരണ ഫിഷൻ ബോംബ് പൊട്ടിച്ചുകൊണ്ടാണ്. അതായത് സാധാരണ അണുബോംബ് ഇവിടെ ഒരു ഇഗ്നീഷ്യനായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര വലിയ ഊർജമാണ് ഫ്യൂഷനിലൂടെ ഉണ്ടാകുന്നതെന്ന്. അതായത് ഇന്ന് വൻ ശക്തികളുടെ കയ്യിലിരിക്കുന്ന ഹൈഡ്രജൻ ബോംബുകളുമായി കമ്പയർ ചെയ്താൽ ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ വെറും ഓലപ്പടക്കങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ന്യൂക്ലിയർ ഫ്യൂഷൻ വിജയകരമായി നിയന്ത്രിക്കാൻ കഴിഞ്ഞാൽ വളരെ ചെറിയ അളവിലുള്ള ഇന്ധനത്തിൽ നിന്ന് പോലും വളരെ വലിയ അളവിൽ ഊർജം ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. മാത്രവുമല്ല, ഫ്യൂഷൻ പ്രവർത്തനം കൊണ്ട് ഫിഷനിൽ ഉണ്ടാകുന്നത് പോലെ റേഡിയേഷൻ ഉണ്ടാകുന്നുമില്ല. അപ്പോൾ ഫിഷനെ അപേക്ഷിച്ച് റേഡിയോ ആക്റ്റീവ് വേസ്റ്റിന്റെ പ്രശ്നം വളരെ കുറയ്ക്കാൻ കഴിയും. ഫിഷൻ റിയാക്ടറുകൾക്ക് പ്രധാന ഇന്ധനങ്ങളിൽ ഒന്നായ യുറേനിയം ആവശ്യമാണ്. യുറേനിയം ഭൂമിയിൽ ലഭ്യമാണ്. പക്ഷേ ഉയർന്ന അളവിൽ ഉപയോഗിക്കാവുന്ന യുറേനിയം ഓറുകൾ ഖനനം ചെയ്യുകയും അതിൽ നിന്ന് യുറേനിയം വേർതിരിച്ചെടുക്കുകയും ആവശ്യമായ ഐസോട്ടോപ്പ് കോൺസെൻട്രേഷനിൽ ലഭിക്കുന്ന രീതിയിൽ പ്രോസസ്സ് ചെയ്യുകയും ചെയ്യുന്നത് സങ്കീർണവും ചെലവേറിയതുമായ പ്രക്രിയകളാണ്. എന്നാൽ ഫ്യൂഷന്റെ കാര്യത്തിൽ ഇന്ധനത്തിന്റെ കഥ വ്യത്യസ്തമാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ പഠിക്കപ്പെടുന്ന ഫ്യൂഷൻ റിയാക്ഷൻ ഡ്യൂട്ടീരിയം ട്രീഷ്യം ഫ്യൂഷനാണ്. ഇവ രണ്ടും ഹൈഡ്രജന്റെ ഐസോട്ടോപ്പുകളാണ്. ഇതിൽ ഡ്യൂട്ടീരിയം ഭൂമിയിൽ വളരെ സുലഭമാണ്. സമുദ്രജലത്തിൽ പോലും വലിയ അളവിൽ ഡ്യൂട്ടീരിയം അടങ്ങിയിട്ടുണ്ട്. പക്ഷേ ട്രിഷ്യം അത്ര സുലഭമല്ല. ഇത് സ്വാഭാവികമായി ചെറിയ അളവിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. അതുകൊണ്ട് ഭാവിയിലെ ഫ്യൂഷൻ റിയാക്ടറുകളിൽ ഒരു പ്രധാന ആശയം ലിത്തിയം ഉപയോഗിച്ച് റിയാക്ടറിൻ്റെ അകത്ത് തന്നെ ട്രിഷ്യം ഉൽപ്പാദിപ്പിക്കുക അഥവാ ബ്രീഡ് ചെയ്യുക എന്നതാണ്. അതായത് ഫ്യൂഷന്റെ പ്രധാന ഇന്ധനമായ ഡ്യൂട്ടീരിയം വളരെ സമൃദ്ധമാണ്. ട്രിഷ്യം റിയാക്ടറിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നതാണ് മറ്റൊരു വലിയ സാധ്യത. ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞാൽ ഇന്ധന ലഭ്യതയുടെ കാര്യത്തിൽ ഫ്യൂഷന് വലിയൊരു നേട്ടമുണ്ടാകും. പക്ഷേ ഫിഷൻ നിയന്ത്രിച്ച് ആണവ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കാൻ മനുഷ്യന് കഴിഞ്ഞെങ്കിലും ഫ്യൂഷനെ അതേ രീതിയിൽ തളയ്ക്കാനായിട്ടില്ല. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ പ്രശ്നം എന്താണ്? കാരണം ഫ്യൂഷൻ നടക്കണമെങ്കിൽ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള ശക്തമായ പോസിറ്റീവ് ഇലക്ട്രിക് റിപ്പൽഷൻ മറികടക്കണം. അതിന് വളരെ വലിയ താപനില ആവശ്യമാണ്. ഉയർന്ന താപനില എന്നാൽ 5000-ഓ 6000-ഓ ഡിഗ്രി ഒന്നും അല്ല കേട്ടോ. 10 കോടി ഡിഗ്രി സെൽഷ്യസിനടുത്തോ അതിലധികമോ ടെമ്പറേച്ചർ. ഇത്രയും വലിയ ചൂടുണ്ടാക്കുക, അത് നിലനിർത്തുക എന്നത് സാധാരണ കണ്ടീഷനിൽ എളുപ്പമല്ല. ഹൈഡ്രജൻ ബോംബിലാണെങ്കിൽ ഒരു ഫിഷൻ ബോംബ് പൊട്ടിച്ചാൽ മതി. എന്നാൽ ഒരു റിയാക്ടറിൽ അത് പറ്റില്ലല്ലോ. ഒരു മാറ്റർ ചൂടാക്കി വരുമ്പോൾ അത് സോളിഡിൽ നിന്ന് ലിക്വിഡും അവിടെ നിന്ന് ഗ്യാസും ആകും. വീണ്ടും ചൂടാക്കിയാൽ അതിലെ ആറ്റത്തിലെ ഇലക്ട്രോണുകളും ന്യൂക്ലിയസുകളും വേർപെട്ട അവസ്ഥയിൽ പ്ലാസ്മയാകും. പ്ലാസ്മ ഉണ്ടാക്കാൻ 2000 ഡിഗ്രിക്ക് മുകളിൽ ചൂട് മതി. എന്നാൽ ഒരു ഫ്യൂഷൻ അതൊന്നും പോരല്ലോ. അങ്ങനെ ഈ പ്ലാസ്മയെ വീണ്ടും ചൂടാക്കി ഫ്യൂഷൻ ആവശ്യമായ 10 കോടി ഡിഗ്രിയിൽ എത്തിക്കണം. ഇതാണ് ഒരു വെല്ലുവിളി. അവിടെയും കഴിയുന്നില്ല. ഇത്ര ഭീമമായ ചൂടുള്ള പ്ലാസ്മയെ എവിടെ എങ്ങനെ സൂക്ഷിക്കും? ഒരു കണ്ടെയ്നറിലോ ഒരു കെട്ടിടത്തിലോ ഇത് സൂക്ഷിക്കാൻ കഴിയുമോ? അതിൻ്റെ ഭിത്തിയിൽ ഈ പ്ലാസ്മ തട്ടിയാൽ ആ നിമിഷം തീർന്നു പോകും. ഈ പ്രശ്നങ്ങൾ എങ്ങനെയാണ് മറികടക്കുന്നത്? പല വിധത്തിലാണ് പ്ലാസ്മയെ ഈ വലിയ ചൂടിലേക്ക് എത്തിക്കുന്നത്. ന്യൂക്ലിയസുകളും ഇലക്ട്രോണുകളും വേർതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണല്ലോ പ്ലാസ്മ.
ഫ്രീ ഇലക്ട്രോണുകൾ ധാരാളമുള്ളത് കൊണ്ട് ഇതിൽ വൈദ്യുത പ്രവാഹം ഉണ്ടാക്കാൻ കഴിയും. പുറത്തു നിന്നുള്ള ശക്തമായ മാഗ്നറ്റിക് ഫീൽഡ് പ്ലാസ്മയിലെ ഇലക്ട്രോണുകളെ ഇൻഫ്ലുവൻസ് ചെയ്യും. അവിടെ ശക്തമായ ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാവുകയും ചെയ്യും. ഇലക്ട്രിക് ഫ്ലോ ഉണ്ടാകുമ്പോൾ ഇലക്ട്രിക് റെസിസ്റ്റൻസും ഉണ്ടാകും. ആ റെസിസ്റ്റൻസ് കാരണം പ്ലാസ്മ വീണ്ടും ചൂടാകും. വൈദ്യുതി ഒഴുകുമ്പോൾ ഹീറ്റർ ചൂടാകുന്നത് പോലെ. ഇതിന് ഓഹ്മിക് ഹീറ്റിംഗ് എന്നാണ് പറയുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ചൂടൊരു പരിധി കഴിഞ്ഞാൽ പ്ലാസ്മയുടെ റെസിസ്റ്റൻസ് കുറയും, പിന്നെ ചൂടാവുകയേ ഇല്ല. പക്ഷേ നമുക്ക് 100 മില്യൺ അഥവാ 10 കോടി ഡിഗ്രി ചൂട് വേണം. എന്തു ചെയ്യും? ഹൈഡ്രജന്റെ ഒരു ഐസോട്ടോപ്പായ ഡ്യൂട്ടീരിയത്തിനെ അയണൈസ് ചെയ്ത്, അതായത് അതിനെ ഒരു ചാർജുള്ള പാർട്ടിക്കിളായി മാറ്റും. ചാർജുള്ള പാർട്ടിക്കിളിനെ മാഗ്നറ്റിക് ഫീൽഡ് ഉപയോഗിച്ച് എനർജി കൂട്ടാൻ കഴിയും. അങ്ങനെ അതിൻ്റെ എനർജി വളരെ കൂട്ടി അവസാനം വീണ്ടും ഇലക്ട്രിക്കലി ന്യൂട്രലാക്കി അത് പ്ലാസ്മയിലേക്ക് കടത്തിവിടും. വളരെ വലിയ എനർജിയും വേഗതയുമുള്ള ഈ കണങ്ങൾ പ്ലാസ്മയിലൂടെ കടന്നു പോകുമ്പോൾ പ്ലാസ്മ കണങ്ങളുമായി കൂട്ടിയിടിച്ച് എനർജി പ്ലാസ്മയ്ക്ക് കൈമാറും. അങ്ങനെ പ്ലാസ്മയുടെ ചൂട് വീണ്ടും കൂടും. ഈ പ്രക്രിയയ്ക്ക് ന്യൂട്രൽ ബീം ഇഞ്ചക്ഷൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ടും തീർന്നില്ല. പ്ലാസ്മയിലേക്ക് പ്രത്യേക ഫ്രീക്വൻസിയിലുള്ള ഇലക്ട്രോമാഗ്നറ്റിക് തരംഗങ്ങൾ കടത്തിവിടും. ഇത് പ്ലാസ്മയിലെ ഇലക്ട്രോണുകളും അയോണുകളുമായി റിയാക്ട് ചെയ്ത് അതിൻ്റെ എനർജിയും പ്ലാസ്മയ്ക്ക് കൈമാറും. നമ്മുടെ മൈക്രോവേവ് ഓവൻ പ്രവർത്തിക്കുന്നത് പോലെ. ഇതിന് റേഡിയോ ഫ്രീക്വൻസി ഹീറ്റിംഗ് എന്നാണ് പറയുക. ഇങ്ങനെ 3 പ്രക്രിയയിലൂടെയാണ് പ്ലാസ്മയുടെ ടെമ്പറേച്ചർ ഇപ്പറഞ്ഞ 10 കോടിയിൽ എത്തിക്കുന്നത്. പ്രശ്നം കഴിഞ്ഞില്ല കൂട്ടുകാരെ. ഈ പണ്ടാരെ എവിടെ എങ്ങനെ സ്റ്റോർ ചെയ്യും? ഈ ചൂട് എങ്ങനെ നിലനിർത്തും? ഒറ്റ മാർഗമേ ഉള്ളൂ. ഈ പ്ലാസ്മ കണ്ടെയ്നറിന്റെ ഭിത്തികളിൽ തട്ടരുത്. തട്ടിയാൽ തീർന്നു. എങ്ങനെ? ടോക്കമാക് എന്ന റഷ്യൻ ഭാഷയിൽ ചുരുക്കപ്പേരുള്ള ഒരു പ്രത്യേക കണ്ടെയ്നറിലാണ് പ്ലാസ്മയെ സൂക്ഷിക്കുന്നത്. ഇത് ഇംഗ്ലീഷിൽ ടൊറോഡിയൽ ചേംബർ വിത്ത് മാഗ്നറ്റിക് കോയിൽസ് അഥവാ കാന്തിക കോയിലുകളുള്ള വളയാകൃതിയിലുള്ള ചേംബർ എന്ന് വേണമെങ്കിൽ വിളിക്കാം. ഡഫ്നെറ്റ് ഷേപ്പ് എന്ന പ്രത്യേക ആകൃതിയാണ് ഇതിനുള്ളത്. ഇതിനെ ചുറ്റി അതിശക്തമായ മാഗ്നറ്റിക് കോയിലുകളുണ്ട്. പ്ലാസ്മ എന്നത് ഇലക്ട്രോണുകളും അയോണുകളും വേർതിരിഞ്ഞ് നിൽക്കുന്ന ഒരു ഇലക്ട്രിക് പ്രോപ്പർട്ടിയുള്ള അവസ്ഥയാണ് എന്ന് പറഞ്ഞല്ലോ. ഇലക്ട്രിസിറ്റിയിൽ ഒരേ ചാർജുകൾ പരസ്പരം റിപ്പൽ ചെയ്യുകയും ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഈ പ്രോപ്പർട്ടി ഉപയോഗിച്ച് പുറത്തെ മാഗ്നറ്റിക് കോയിലുകളുടെ സ്വാധീനത്തിൽ ഉള്ളിലെ പ്ലാസ്മയെ എങ്ങും തൊടാതെ ഇങ്ങനെ തങ്ങി നിർത്തുക എന്നതാണ് ഇവിടെ പ്രയോഗിക്കുന്ന വിദ്യ. ഇതിനെ മാഗ്നറ്റിക് കൺഫൈൻമെന്റ് എന്നാണ് പറയുക. ഈ ഒരു അവസ്ഥയിൽ ഇത്ര ഭീമമായ ചൂടിൽ ഡ്യൂട്ടീരിയം, ട്രിഷിയം ഐസോട്ടോപ്പുകൾ ഫ്യൂസ് ചെയ്ത് ഹീലിയം ആവുകയും ആ ഫ്യൂഷന്റെ ഫലമായി വലിയ ചൂടുണ്ടാവുകയും ചെയ്യും. എന്നാൽ ആ ചൂട് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. ഈ പ്രവർത്തനങ്ങളുടെ ഫലമായി വളരെ വേഗത്തിലുള്ള ന്യൂട്രോണുകൾ ഉണ്ടാകും. ആ ഹൈ എനർജി ന്യൂട്രോൺസ് റിയാക്ടറിൻ്റെ ചുറ്റുമുള്ള പ്രത്യേക ബ്ലാങ്കറ്റിലേക്ക് കടക്കും. അതിശക്തമായി വന്നിടിക്കുമ്പോൾ അത് ചൂടാകും. ആ ചൂടിനെ ഉപയോഗിച്ച് വെള്ളം ആവിയാക്കി ടർബൈൻ കറക്കി വൈദ്യുതി ഉണ്ടാക്കാൻ കഴിയും. പുറത്തു നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ്സ് ഉപയോഗിച്ച് പ്ലാസ്മയെ നിയന്ത്രിച്ചും ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സും ഹൈ എനർജി പാർട്ടിക്കിൾ ബീംസും ഉപയോഗിച്ച് അതിലേക്ക് എനർജി നൽകിയും പ്ലാസ്മയുടെ ടെമ്പറേച്ചർ, ഡെൻസിറ്റി, സ്റ്റെബിലിറ്റി എന്നിവ നിയന്ത്രിക്കാം. അതുവഴി ഫ്യൂഷൻ റിയാക്ഷനെ വളരെ കൺട്രോൾഡായി നിലനിർത്താൻ കഴിയും. അപ്പോൾ ഇത്രയും സാങ്കേതിക വിദ്യകൾ വികസിപ്പിച്ചിട്ടും ഒരു ചോദ്യം ബാക്കിയാണ്. കൺട്രോൾഡ് ഫ്യൂഷൻ വിജയിച്ചോ? ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫ്യൂഷൻ റിയാക്ഷൻ വിജയകരമായി സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ചില പരീക്ഷണങ്ങളിൽ വളരെ ശ്രദ്ധേയമായ ഫ്യൂഷൻ എനർജി നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഒരു പരീക്ഷണത്തിൽ ഫ്യൂഷൻ റിയാക്ഷൻ ഉണ്ടാക്കുന്നതും അതിൽ നിന്ന് തുടർച്ചയായി സാമ്പത്തികമായി ഉപയോഗിക്കാവുന്ന അളവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. ഇന്ന് വരെ ലോകത്ത് ഒരു ഫ്യൂഷൻ പവർ പ്ലാന്റ് പോലും കൊമേഴ്ഷ്യലായി തുടർച്ചയായി വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ഗ്രിഡിലേക്ക് നൽകുന്ന നിലയിൽ എത്തിയിട്ടില്ല. ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലും വികസന ഘട്ടത്തിലും തന്നെയാണ്. അതായത് മനുഷ്യന് കൺട്രോൾഡ് ഫ്യൂഷൻ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ
അതിനെ ഒരു പവർ പ്ലാന്റിൽ തുടർച്ചയായി നിലനിർത്തുക, ആവശ്യമായ എനർജി ഉണ്ടാക്കുക, ആ എനർജിയെ ഹീറ്റാക്കി വൈദ്യുതിയാക്കുക, അതും സാമ്പത്തികമായി സാധ്യമായ ചെലവിൽ ചെയ്യുക, ഇവയെല്ലാം ഒരുമിച്ച് വിജയകരമായി തെളിയിക്കുക എന്നത് ഇന്നും സാധിച്ചിട്ടില്ല. അതാണ് കൺട്രോൾഡ് ന്യൂക്ലിയർ ഫ്യൂഷന്റെ അടുത്ത വലിയ ലക്ഷ്യം. അമേരിക്ക, UK, റഷ്യ, കാനഡ, ചൈന എന്നിവിടങ്ങളിൽ സർക്കാരും സ്വകാര്യ ഏജൻസികളും കാലങ്ങളായി ഫ്യൂഷൻ റിസർച്ചിൽ ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. ഇന്ത്യയുടെ പ്രധാന കൺട്രോൾഡ് ഫ്യൂഷൻ എക്സ്പെരിമെന്റൽ പ്രോഗ്രാം നടക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാസ്മ റിസർച്ച് IPRലാണ്. IPRന് ഇപ്പോൾ ആദിത്യ USST-1 എന്നീ ഓപ്പറേഷണൽ ടോക്കമാക്സ് ഉണ്ട്. IPRും ആണവോർജ വകുപ്പ് DAE ഡിപ്പാർട്ട്മെന്റ് ഓഫ് അറ്റോമിക് എനർജിയും ഇന്ത്യയിലെ ഫ്യൂഷൻ R&Dയെ 3 പതിറ്റാണ്ടിലേറെയായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ബാർക്ക് ഉൾപ്പെടെയുള്ള ദേശീയ ഗവേഷണ സ്ഥാപനങ്ങൾ ഫ്യൂഷൻ എനർജി ഡെവലപ്മെന്റിൽ വലിയ സംഭാവനകൾ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ മാറിയ സാഹചര്യത്തിൽ ഇപ്പോൾ 3 സ്റ്റാർട്ടപ്പുകൾ സജീവമായി ഫ്യൂഷൻ റിസർച്ചിലുണ്ട്. പ്രാണോസ് ഫ്യൂഷൻ, അനുബാൽ ഫ്യൂഷൻ, ഹൈൽനർ എന്നീ കമ്പനികളാണിത്. വിവിധ ടെക്നോളജികൾ ഉപയോഗിച്ച് ശക്തമായി അവർ ഗവേഷണം നടത്തുകയാണ്. എന്തായാലും ഒരു ആണവ ശക്തി എന്ന നിലയിൽ ഇന്ത്യയും ഫ്യൂഷൻ റിസർച്ചിൽ ലോകത്തോടൊപ്പം മത്സരിച്ച് നിൽക്കുകയാണ്. ആരാണ് ഇനി വ്യാവസായികമായി കൺട്രോൾഡ് ഫ്യൂഷനിൽ ആദ്യം വിജയിക്കുക എന്നത് വലിയ താമസമില്ലാതെ അറിയാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. ആരായാലും അത് വർദ്ധിച്ചു വരുന്ന ലോകത്തിൻ്റെ ഊർജ ആവശ്യങ്ങൾക്ക് ശാശ്വത പരിഹാരമായിരിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻ്റായി അറിയിക്കൂ. അടുത്ത വീഡിയോയിൽ മറ്റൊരു കൗതുകകരമായ ശാസ്ത്ര വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ ചിന്തിക്കൂ, പഠിക്കൂ, നിരീക്ഷിക്കൂ, ശാസ്ത്രത്തെ ചേർത്ത് പിടിക്കൂ. നന്ദി, നമസ്കാരം.